बरसों बीत गए, हमको मिले बिछड़े, बिछुरी बनकर गगन पे चमकी, बीते समय की रेखा, मैंने तुमको देखा, तड़प तड़प के इस बिरहन को आया चैन जरा सा, फिर भी मेरा मन प्यासा। घुंघरूं की चमचम बन गई दिल का गम, डूब गया दिल यादों में, अब रेते रंग लकीरें, देखो ये तस्वीरें, सोने महल में नाच रही है, अब तक एक रकासा, फिर भी मेरा मन प्यासा, मेरे नैना सावन भादो, फिर भी मेरा मन प्यासा, फिर भी मेरा मन प्यासा। ओ താങ്ക് യു. സർഗ, എന്തോ ഭയങ്കര ഒരു ഗ്രേസ്ഫുൾ പെർഫോമൻസ്. എന്ത് തോന്നി പാടിക്കഴിഞ്ഞ്? കുഴപ്പമില്ല. കുഴപ്പമില്ല. ശരത് സർ, മക്കളെ ഉഗ്രൻ സെലക്ഷൻ, താങ്ക് യു സാർ. അസാധ്യ പാട്ട്. കാര്യം ഇതിന്റെ കമ്പോസർ ആരാന്നറിയാമോ? അറിയാം, R.D. ബർമൻ സാർ. ഈ RDയുടെ ഒന്ന് വലുതാക്കി പറയാം. അയ്യോ അതറിയില്ല. R.D. ബർമൻ സാർ. രാഹുൽ ദേവ് ബർമൻ. അപ്പം എനിക്ക് മോളെ ഇതിനകത്ത് തോന്നിയത്, ഒരു മോള് പാടിയിട്ട് ഒന്നും ഒരു സുഖമായിട്ട് മക്കൾക്ക് തന്നെ അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഉള്ള കാര്യമാണ് തുറന്ന് പറയുന്നത്. ഇപ്പോൾ ഏതൊരു ചെറിയൊരു ഫ്രേസ് ആണെങ്കിൽ പോലും അതിലൊരു സുഖമുണ്ട്. ആ ഒരു സുഖത്തിൻ്റെ എലിമെൻ്റ് അതിലേക്ക് മോള് കയറിയിട്ടില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല മോളെ. എനിക്ക് കിട്ടിയിട്ടില്ല. മോൾ ഇങ്ങനല്ല സത്യത്തിൽ. മോളെ ഒരു യഥാർത്ഥമായിട്ടുള്ള ആ സർഗ അല്ല ഇന്ന് ഉണ്ടായിരുന്നത്. സർഗയുടെ സിറോക്സ് കോപ്പിയാണ്. അത് മഷിയൊക്കെ പോയ ഏതോ സ്ഥലത്ത് നിന്ന് സിറോക്സ് എടുത്തത്. ഒന്നാമത് ആ ആലാപ്പ് തുടങ്ങുന്നത് ചെറിയ ഗാന്ധാരത്തിലേന്ന് ഒരു സ്മൂത്ത് ഗ്ലൈഡാണ് വലിയ ഗാന്ധാരത്തിലേക്ക്. ആ മോൾ അവിടെ ചേർന്നിട്ടേ ഇല്ല. മോൾ ചേരുന്നു എന്ന് കാണിച്ചത് ഉടനെ ചേർന്നിട്ടില്ല. ആ ഗാന്ധാരത്തിൽ നിന്ന് ഋഷഭം വഴിയാണ് ഇങ്ങോട്ട് ആ താഴേക്കുള്ള ഗ്ലൈഡ് ഉള്ളത്. അപ്പോൾ അത് വല്ലാത്ത സുഖമാണ്. അങ്ങനെ ഒരു ആലാപ്പ് ഒരാളുടെ തലേ വരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഭീകരനായിരിക്കണം അദ്ദേഹം. അപ്പോൾ അത് മോള് കൃത്യമായിട്ട് പാടണ്ടേ. അതിങ്ങോട്ട് വന്നില്ലടാ, ഇവിടെ വന്ന് കയറണ്ടേ നെഞ്ചത്ത് നമ്മൾ പാടുന്ന എന്താണെങ്കിലും. മോൾ ഉഗ്രം പാട്ടുകാരിയാണ്. ഒരു കൺട്രോൾ ഇല്ലായ്മ തോന്നി മോളെ. അത് ടെൻഷൻ ഉണ്ടായിരുന്നോ സർഗയ്ക്ക്? ഇല്ല, ടെൻഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ എന്താ പാടിയപ്പം വോയിസ് ഡ്രൈ ആയി കുറച്ച് ഷിവറിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു മോടെ കൺട്രോളിലേ അല്ലായിരുന്നു ഇന്ന്. ഒന്നാമതൊരു മിഡും ഒക്കെ ഒരു ഷേക്കി ആയിരുന്നു വല്ലാണ്ട്.
ഞാൻ അതാ മോളെ അയ്യോ ഇതെന്താ ഇങ്ങനെയെന്ന്. അപ്പൊ അത് മോള് ശരിയാക്കിയേ പറ്റത്തുള്ളൂ. ആ ബാത്ത് പുരാനി ഹേ അന്ന് പാടാമോ? ബാത്ത് പുരാനി ഇപ്പൊ തന്നെ കണ്ടോ അങ്ങ് എത്തുന്നില്ല മോള്. താരി അതാണ് അതിന്റെ ലൈഫ്. അവിടെ എത്തിച്ചില്ലെങ്കിൽ ബാത്ത് പുരാനി ഹേ ഗുഡ്. ഏക മോളെ एक कहानी है हो ഇപ്പൊ ആ ഓ കൂടെ ചേരുന്നില്ല എൻ്റെ हो അതൊരു കോൺഫിഡൻസ് സ്റ്റാർട്ടായിരിക്കണം. അത് ഏക്കൊക്കെ മോടെ കയ്യിൽ നിന്ന് പോയി. അടുത്ത അബ് അത് തുടങ്ങി അതും പോയി. ഞാൻ ഈ പറയുന്നൊക്കെ മോക്ക് ഓർമ്മ വരുന്നുണ്ടല്ലോ. ജാത്ത ഏക്ക് ദിലാസ അതിപ്പോ അനുപല്ലവി അത് കഴിഞ്ഞിട്ടുള്ള ഓ ഒന്ന് പാടാമോ നമുക്ക്? മോളെ കേട്ടി അതിപ്പോ മായിലോട്ട് പോയി. ആ ഗായല് നിക്കട്ടെ. ആ അതൊക്കെ എന്ത് രസമാണ്. ആ ഒരു തീതരി എന്നുള്ളത് തന്നെ എന്ത് രസമാണ് കേൾക്കാൻ. അപ്പോൾ അത് മോളെ ഇത് കൃത്യമായിക്കോണം. അത് നമുക്കൊരു ധാരണ വേണം ഇന്നതൊക്കെയാ പാടുന്നതെന്ന്. ഈ ഓരോ നോട്ടിനും അതിൻ്റെതായിട്ടുള്ള സ്ഥാനമില്ലേ? അപ്പൊ അത് മോള് കൃത്യം ഇവിടുന്ന് അങ്ങോട്ട് ഗ്ലൈഡ് ചെയ്ത് ആ വലിയ ആധാരത്തിലേക്ക് വരുമ്പോ വേറൊരു ഫീലാണ്. പിന്നെ ആ ഋഷഭം വഴി ഇങ്ങോട്ട് ആ ഗ്ലൈഡ് അത് മോള് മനസ്സിലാക്കിയിട്ടല്ലേ പാടണ്ടേ? അത് വരാതിരും കുഞ്ഞിനെ അറിയാം, പക്ഷെ പാടാൻ പറ്റിയില്ലയോ? പറ്റിയില്ല. കാരണം നല്ല പാട്ട് മോളെ അത്ര ബോറായെന്നല്ല പറയുന്ന കേട്ടോ. ആ ഒരു തരൻ്റെ ഫീല് നമുക്ക് കിട്ടിയില്ല കുഞ്ഞ് കേട്ടോ. അത് കേൾക്കുമ്പോൾ കിട്ടേണ്ട ഒരു ഞങ്ങൾക്കൊക്കെ നമ്മുടെ മുഖത്ത് നോക്കിയാൽ അറിയാം ആ ഒരു സന്തോഷം കിട്ടിയില്ല. അതുകൊണ്ടാണ് കേട്ടോ. മോള് ഉഗ്രം പാട്ടുകാരിയാ. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക, ഈ പാട്ട് പടത്തിലുണ്ടോ? ഉണ്ട്. ഓക്കെ. പക്ഷേ കൂടുതലും നമ്മളെല്ലാവരും കേട്ടിരിക്കുന്നത് കിഷോർദയുടെ വേർഷനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിരിക്കുന്നത്. അത് മോസ്റ്റ് പോപ്പുലർ മോർ ദൻ ദിസ്. ലതാജിയുടെ തന്നെ ഒറിജിനൽസ് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു എൻറ്റയർ മൂഡ് ഷിഫ്റ്റ് ചെയ്യുന്ന പാട്ടുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇന്ന് സർഗ ഈ പാട്ട് പാടണ്ടായിരുന്നു എന്ന് എനിക്കൊരു തോന്നൽ. ഇന്ന് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ വന്നപ്പോ എന്തോ തൊണ്ട ഡ്രൈ ആയിപ്പോയി. ഓക്കെ. ഇത് ഫുൾ ലൂബ്രിക്കേഷനിൽ പാടേണ്ട ഒരു പാട്ടാണിത്. കാരണം ഈ പറഞ്ഞ ഫസ്റ്റ് ഹമ്മിങ് അത് ഫസ്റ്റ് വരുന്നുണ്ട്, ചരണത്തിൽ വരുന്നുണ്ട്, ടെയിൽ എൻഡിൽ വരുന്നുണ്ട്. 3 സ്ഥലവും അങ്ങോട്ട് ക്ലീൻ ആയില്ല മോളെ. കാരണം ആ ഗ്ലൈഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ അത് പോയി, അതിൻ്റെ ബ്യൂട്ടി നമുക്ക് നഷ്ടപ്പെട്ടു. സാധാരണ സർഗ വന്നു കഴിഞ്ഞാൽ വളരെ പ്ലസൻ്റ് ആയിട്ട് പാട്ട് പുട്ടുപോലെ പാടിയിട്ട് പോകുന്ന ഒരാളാണ്. ഇന്ന് ഇത് കേൾക്കുന്ന നമുക്ക് പോലും ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്തു എന്നുള്ളതാണ്. ഡിക്ഷനൊക്കെ 2-3 സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം ഝൂട്ട, പിന്നെ ബിച്ചിടെ, അതുപോലെ ഘുങ്കുരു ഒക്കെ അങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടത്. പക്ഷേ സാധാരണ ഇപ്പം നമ്മൾ ഡിക്ഷനിലേക്ക് വരുമ്പോൾ പാട്ട് കുറച്ചുകൂടെ നല്ലതായിരിക്കണം അല്ലേ? അപ്പം നമ്മൾ പറയും പാട്ട് അടിപൊളിയാണ്, പക്ഷെ മോളെ ഡിക്ഷൻ ഇങ്ങനെയാണ് എന്ന് പറയും. ഇത് പാട്ട് നമ്മളേക്ക് കണക്റ്റും ആയില്ല. അപ്പോൾ പിന്നെ ഡിക്ഷനെ പറ്റി പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. സർഗ ഇങ്ങനല്ല പാടേണ്ടത് കേട്ടാ. ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇതിലും അടിപൊളിയായിട്ട് പാടണം. ഓക്കെ, അത്രേ ഉള്ളൂ മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. സർഗ എന്തോ കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസ് ആവായിരുന്നു എന്നാണ് എൻ്റെ. പിന്നെ ഇന്നത്തെ ഡേ മേ ബി സർഗയ്ക്ക് അത്ര ഫേവറബിൾ ആയിട്ടുള്ളൊരു ഡേ അല്ല. ഒരുപാട് എന്താ പറയുക ഡൈനാമിക്സും പിന്നെ കുറച്ച് ഫ്രീ ആയിട്ട് പാടേണ്ട ഒരു പാട്ടാണ്. അപ്പം ടെൻഷനോ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് പാടാനും ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചുകൂടി സിമ്പിൾ സോങ്സ് ഉണ്ട് ലതാജിയുടെ തന്നെ. ഇപ്പം ഇത് സിമ്പിളാണ് നമുക്ക് കേൾക്കുമ്പോൾ തോന്നും, ബട്ട് ഇറ്റ്സ് ഡിഫിക്കൾട്ട്. കുറച്ച് പ്രയാസമുള്ള പാട്ടാണ് ഇതിൻ്റെ സ്കെയിലാണെങ്കിലും. അപ്പോൾ ചോയ്സ്
ബെറ്റർ ആക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. നമ്മളിങ്ങനത്തെ റൗണ്ട്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് സെലിബ്രേഷനോ അല്ലെങ്കിൽ ലതാജിയുടെ അങ്ങനത്തെ ഒരുപാട് സോങ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചൂസ് ചെയ്യായിരുന്നു എന്ന് തോന്നി. എനിവേസ് നെക്സ്റ്റ് ടൈം കുറച്ചും കൂടി നിങ്ങളെല്ലാവരും സെലക്ഷനിൽ നിങ്ങളുടെ ആപ്റ്റ് ഒരു സെലക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് പകുതി മാർക്ക് അവിടെ വീണ് കഴിഞ്ഞു. സോ കുറച്ചും കൂടി ഒന്ന് പ്രിപ്പയർഡ് ആവണം എല്ലാവരും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹെഡ് ചേട്ടാ. സർഗ എന്തും കുഴപ്പമില്ല, ചോദിക്കാം, മാർക്സ് ചോദിക്കാം. ശരത് സർ 7 marks. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഷാനിക ഓക്കെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഇതൊക്കെ അടുത്ത തവണത്തേക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.